എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ അലപ്പസ്റ്റ് ഐലാൻഡ് കാണിക്കും. അവിടെ പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കടലിലൂടെ സെയിൽ ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ആക്ച്വലി അലപ്പസ്റ്റ് ഐലാൻഡിൽ പുതിയൊരു നവോത്ഥാനം കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ലൂഫിയാണ്. പ്രിൻസസിന് ലൂഫിയെ കണ്ടെത്താനും അവൻ ഒരിക്കൽ കൂടെ കാണാനുമാണ് ഇപ്പോഴത്തെ ആഗ്രഹം. അവളെ യാത്ര അയക്കാൻ അവിടേക്ക് എത്തിയ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവളുടെ കപ്പലാണെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യും. അവളുടെ കപ്പലിനോട് ചേർന്ന് തന്നെ ഒരു മറൈൻ കപ്പലും അവളെ പ്രൊട്ടക്ട് ചെയ്ത് പോവാണ്. അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെയിൻ ഓഫീസർ ആ ഹീന, അവളും അവളുടെ അസിസ്റ്റൻസും എല്ലാവരും ചേർന്ന് ഇപ്പോൾ നമ്മുടെ പ്രിൻസസിനെ സേഫായിട്ട് ആ മറി ചോയ്സിലേക്ക് എത്തിക്കണം. പ്രിൻസസ് ആണെങ്കിൽ കപ്പലിന്റെ ഏറ്റവും മുകളിൽ നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുകയാണ്. അതിനികാരം ആളാണെങ്കിൽ ടെൻഷനായിട്ട് പ്രിൻസസിനോട് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പറയും. പക്ഷെ പ്രിൻസസ് ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ദിവ്യ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ എക്സ് മാർക്ക് അതൊന്ന് നോക്കും. അത് നമ്മുടെ ആൾക്കാരോട് കൂടെ ചേർന്ന് നിന്നപ്പോൾ ഇട്ടുകൊടുത്ത സൈനാണ്. അവൾ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. നമ്മുടെ ആൾക്കാരുടെ കൂടെ നിന്നതും ഒരുപാട് പ്ലാൻ ചെയ്തതും അതിനിടയിൽ ലൂഫി അവളെ ചൂട് പിടിപ്പിക്കാൻ ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ആ ക്രൊക്കഡൈലിനെ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയും. അത് കേട്ട് വിവി ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് നേരെ താഞ്ഞടിക്കും. അതിന് ലൂഫി ആണെങ്കിൽ അവളെ പിടിച്ചു നിർത്തി അവളോട് പറയും, സത്യത്തില് നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിന്റെ മാത്രം ജീവനല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവൻ പണയപ്പെടുത്തി ഐലാൻഡിലുള്ള എല്ലാവരെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ക്രൊക്കഡൈലിനെ അവനെ അടിച്ചോടിക്കും. ലൂഫിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ലൂഫി യഥാർത്ഥത്തിൽ എന്താണെന്നും ആരാണെന്നും അവൾക്ക് മനസ്സിലാവുക. അതിനുശേഷം അവരുടെ വലിയ യുദ്ധം അതവർ സ്റ്റാർട്ട് ചെയ്യും. അവളാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ ക്രൊക്കഡൈലിന്റെ കൈ ചെന്ന് പെടും. അത്രയും വലിയ ബിൽഡിങ്ങിൽ നിന്ന് ക്രൊക്കഡൈൽ അവളെ പിടിച്ചു വലിച്ച് താഴേക്ക് തള്ളിയിടുകയാണ്. ഒരു നിമിഷം എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് അവൾ മരണത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ താഴേക്ക് വീഴുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ലൂഫി അവനവിടേക്ക് എടുത്തു ചാടി നമ്മുടെ പെങ്കൊച്ചിനെ അങ്ങനെ ക്യാച്ച് ചെയ്യാണ്. അവളുടെ വിധി അത് മാറി മറിഞ്ഞ മറ്റൊരു വലിയ നിമിഷം. അവനവൾക്ക് വീണ്ടും കോൺഫിഡൻസ് കൊടുക്കും. ഒരു കാരണവശാലും ഈ തോറ്റു പോകാനായിട്ട് പാടില്ല, ഈ ഐലാൻഡിലുള്ള എല്ലാവരും നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ലൂഫി ക്രൊക്കഡൈലുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യും. ആക്ച്വലി അന്ന് ലൂഫിക്ക് ഇത്രയും പവറൊന്നുമില്ല, പക്ഷെ ഉള്ള പവറൊക്കെ വെച്ച് തൻ്റെ ഉറ്റ സുഹൃത്ത് പ്രിൻസസിന് വേണ്ടി അവൻ ഒച്ചറം പൊച്ചറം ആ ക്രൊക്കഡൈലുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന ജനങ്ങളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കാനായിട്ട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അവളുടെ അവസാനത്തെ വിളിയിൽ ജനങ്ങള് അവളുടെ ശബ്ദം കേൾക്കും. അടുത്ത നിമിഷം വർഷങ്ങളായിട്ട് മഴ കിട്ടാതിരുന്ന അവരുടെ ഐലാൻഡിൽ മഴ പെയ്യാണ്. ജനങ്ങളാണെങ്കിൽ ക്രൊക്കഡൈലിന്റെ യഥാർത്ഥ മുഖം അത് തിരിച്ചറിയും. അതിനുശേഷം അവരുടെ യഥാർത്ഥ കിങ്ങിനെയും പ്രിൻസസിനെയും അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ പ്രിൻസസിനെ അവന്റെ ടീമിലേക്ക് വിളിക്കും. പ്രിൻസസിന് അവനോടൊപ്പം പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അവളിപ്പോ ആ ഐലാൻഡിന്റെ പ്രിൻസസ് ആണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പൊ അവൾക്ക് മേലെയുണ്ട്. അതെല്ലാം തന്നെ വിട്ടെറിഞ്ഞ് അവൾക്ക് വരാനാവില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കും. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് നേവി കപ്പൽ അവിടേക്ക് വരിക. അവർക്ക് വേറെ വഴിയില്ലാതെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ പ്രിൻസസ് അവളുടെ ഡക്കിന്റെ പുറത്ത് കയറി ആ കരയിലേക്ക് ഓടിയെത്തും. പ്രിൻസസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിളിക്കും. പ്രിൻസസിനെ കണ്ടു എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അവരാഗ്രഹിച്ചതുപോലെ പ്രിൻസസ് അവരുടെ ടീമിൽ ചേരുമെന്നാണ് ലൂഫി അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് അവൾ പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. ഇതിൽ എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെപ്പോലെ തന്നെ കടലിലൂടെ സെയിൽ ചെയ്ത് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഐലാൻഡ് വിട്ടു വരാൻ എനിക്കാവില്ല. ഐലാൻഡിനെ എത്രയും വേഗം എനിക്ക് പഴയ രീതിയിലാക്കണം. ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ സുഹൃത്തായിട്ട് തന്നെ കാണില്ലേന്ന് അവൾ ചോദിക്കും. അതിന് ലൂഫി ടീമും ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ പുറംതിരിഞ്ഞു നിൽക്കും. അവർ മറുപടി പറയാത്തതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ തൊട്ടടുത്ത് ആ നേവി കപ്പലുണ്ട്. ഇവർ പ്രിൻസസിന്റെ ചോദ്യത്തിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രിൻസസിനെ നമ്മുടെ ആൾക്കാരുമായി കണക്ഷൻ ഉണ്ട് എന്ന പേരിൽ ഒരുപാട് ഉപദ്രവിച്ച് സെല്ലടയ്ക്കും. അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ മറുപടി കൊടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ കരയാനായിട്ട് തുടങ്ങും. അത് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാർ ആ എക്സ് മാർക്ക് അത് ഉയർത്തി കാണിക്കും. അതിനർത്ഥം അവരെല്ലാവരും എപ്പോഴും നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നതാണ്. അത് കണ്ട് പ്രിൻസസ് ആണെങ്കിൽ ഞൊടിയടയിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഇവിടെ പ്രിൻസസിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ ഇക്കാര്യത്തിന് പ്രിൻസസ് അത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേടിയാവും. ഇൻ കേസ് വല്ല ഉൽക്കയും വന്ന് പ്രിൻസസിന്റെ തലയിൽ വീണാലോ, അല്ലെങ്കിൽ ആരെങ്കിലും പറന്നു വന്ന് പ്രിൻസസിനെ റാഞ്ചിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് പോയാലോ, ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും സ്നൈപ്പർ വെച്ച് അവളെ ഷൂട്ട് ചെയ്താലോ എന്നിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചിന്തകളൊക്കെ അങ്ങനെ അവൻ ചുറ്റുമുള്ളവരോട് പറയാണ്. അതിന് ബെല്ല് ദേഷ്യപ്പെട്ട് പറയും, നീ ഇങ്ങനെ ഒരു മണ്ടനാണോ? നമ്മുടെ പ്രിൻസസ് അവൾ വെറും ഒരു പ്രിൻസസ് അല്ല,
പഴയ ഒരു പൈറട്ടാണ്. സ്വന്തമായിട്ട് സർവൈവ് ചെയ്യാൻ അവൾ നന്നായിട്ട് പഠിച്ചവളാണ്. ഈ കരുതും പോലെ ഒന്നും തന്നെ അവൾക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ പ്രിൻസസിനെ നോക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കപ്പലിലുള്ള കിങ്ങിനെ കാണിക്കും. കിങ്ങിനാണെങ്കിൽ ആ വേൾഡ് കോൺഫറൻസിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. കാരണം റോബിനെ കണ്ടതു മുതൽ വേൾഡ് ഗവൺമെന്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം കരുതിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ പോണോഗ്ലിഫിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പൊ അറിയാനും ചോദിക്കാനും ഉള്ളത്. ഇവിടെ കിങ് ആണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോഴായിരിക്കും നമ്മുടെ പ്രിൻസസ് വിവി അവള് സിമ്പിളായിട്ട് അങ്ങനെ ഡൈവ് ചെയ്ത് താഴേക്ക് ചാടുകയാണ്. അത് കണ്ട് ഇകാരമാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. പക്ഷെ പ്രിൻസസ് അവള് ക്യാഷ്വലായിട്ട് സിമ്പിളായിട്ട് അങ്ങനെ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യും. ഇകാരത്തിന്റെ അപ്പോഴത്തെ നിലവിളിയും ഫേസ് ഒക്കെ കണ്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ചിരി അടക്കാനാവാതെ പൊട്ടിച്ചിരിക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിങ്ങിന്റെ അടുത്തേക്ക് വന്ന് ആളുടെ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കും. പക്ഷെ ആൾക്കാണെങ്കിൽ ഹെൽത്തിനെ കുറിച്ചല്ല, അവളുടെ മാരേജിനെ കുറിച്ച് ഓർത്താണ് കൂടുതൽ ടെൻഷൻ. അതാള് അവളോട് തുറന്നു പറയും. അവൾക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമല്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഈസ്റ്റ് ബ്ലൂയിലുള്ള ആ റോക്ക് ടൗൺ കാണിക്കും. അവിടെയാണ് എല്ലാ കിങ്ങുകൾക്കും താമസിക്കാനുള്ള ഒരു ലക്ഷറി ഹോട്ടല് അത് തയ്യാറായിരിക്കുന്നത്. ആദ്യമായിട്ട് ആ ഹോട്ടലിലേക്ക് എത്തുക ഗോവ കിണ്ണത്തിലെ കിങ്ങും ക്വീനുമാണ്. അവർ രണ്ടുപേരും ഹോട്ടലിലേക്ക് വന്ന് പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കും. ആക്ച്വലി കോൾറെഡി റോജറിനെ എക്സിക്യൂഷൻ ചെയ്ത ആ ഒരു സ്ഥലം അതിപ്പോ അവിടെ കാണാം. സെർവൻസ് ആണെങ്കിൽ കിങ്ങിനോടും ക്വീനിനോടും റെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. പക്ഷെ കിങ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ പുറത്തേക്ക് ആട്ടി ഓടിക്കും. 4 വർഷത്തിൽ ഒരിക്കലാണ് ഹോളി ലാൻഡിൽ ഇത്തരത്തിൽ ലോകത്തിലുള്ള എല്ലാ കിങ്ങുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ മീറ്റിംഗ് അത് നടത്തുക. ഓരോ രാജാക്കന്മാരും അവരുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഡെവലപ്മെന്റ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. നാട്ടിൽ നടക്കുന്നത് മാത്രമല്ല, മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, മുൻകരുതലുകൾ അതൊക്കെ എടുക്കും. 5 അല്ല 10 അല്ല 50 മുകളിൽ കിങ്ങുകളാണ് ആ ഒരു സമയത്ത് മരീ ജോയ്സിൽ ഒത്തുകൂടുക. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫിഷ്മാൻ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ പ്രിൻസസ് ഷിറഗോഷി അവള് ഇപ്പോഴും നമ്മുടെ ലൂഫിയാൻ ടീമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവസാന സമയത്ത് ലൂഫി അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇവിടേക്ക് മടങ്ങി വന്ന് നിന്നെ ലാൻഡിലുള്ള ഫോറസ്റ്റിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന്. ഷിറഗോഷി ആണെങ്കിൽ ഇപ്പൊ ആ വലിയ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തയ്യാറാവുകയാണ്. അവളോടൊപ്പം അവളുടെ ബ്രദേഴ്സ്, ഐലാൻഡിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവൾക്ക് പേടിയും ടെൻഷനും ഒക്കെ തന്നെ കൂടി വന്ന് അവൾ കരയാൻ തുടങ്ങും. ഉടനെ അവളുടെ ബ്രദേഴ്സ് ആണെങ്കിൽ അവളെ കളിയാക്കും. ഓൾറെഡി ലൂഫി നിന്നോട് പറഞ്ഞതല്ലേ, ഇനി നിങ്ങൾ പരസ്പരം കാണുമ്പോൾ കരയാൻ പാടില്ല എന്ന്. നീ ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞ അവന് അതൊരുപാട് വിഷമം ഉണ്ടാക്കും. അതുമാത്രമല്ല, ഈ ഒരു വലിയ മീറ്റിംഗ് അത് നമ്മുടെ അമ്മയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ്. ഈ വേണം നല്ല രീതിയിൽ നിന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ അമ്മയുടെ ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ സോ ഐലാൻഡിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. കപ്പലിൽ നമ്മുടെ ലൂഫി സ്റ്റൈലായിട്ട് പവർഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തു. പക്ഷെ എന്താ, കൂടെയുള്ളവരെല്ലാവരും കൈയും കാലും ഒക്കെ തകർന്ന് ഓരോ ഭാഗത്ത് കിടക്കുകയാണ്. ഇവിടെ ആയിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ ക്യാരറ്റ് പെണ്ണ് അവളങ്ങനെ ഹായ് ആയിട്ട് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി ക്യാരറ്റ് ആ കുരങ്ങനെ ഒരു പഴം കൊടുത്ത് അതിനെ നൈസായിട്ട് കൺവിൻസ് ചെയ്താണ് കപ്പലിൽ കയറി പറ്റിയത്. ലൂഫി ആണെങ്കിൽ അവളെ കണ്ട് വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.